ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നീയും ലിന്നും കമ്പനിയുടെ പുറത്ത് നിൽക്കായിരിക്കും. അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നീയുടെ ആൻറ്റിയാണ്. നീയുടെ അങ്കിളിൻ്റെ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവരൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വർക്ക് തുടങ്ങാൻ പോണ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചെല്ലും. ആ സ്ഥലത്ത് തന്നെ ഷെന്നും വന്നിട്ടുണ്ടാവും. ഷെന്നിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് റങ് ജോലി ചെയ്തിട്ടുണ്ടാവുക. ഷെന്നപ്പോൾ ഇവരെ കാണുമ്പോൾ ഇവരെന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്, നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലും. ഷെൻ എന്നിട്ട് അവിടെ പോയി ലിന്നിൻ്റെ അടുത്ത് നീ എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ വെറുതെ വന്നിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഈ ഒപ്പുള്ള ലേഡിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇത് വേറൊരു കമ്പനിയുടെ CEO അല്ലെന്ന് ചോദിക്കുമ്പോൾ നീയുടെ ആൻറ്റിയും അതേന്ന് പറയും. ഇത് വേറെ കമ്പനിയുടെ CEO മാത്രമല്ല, ഇതെൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ആൻറ്റിയും കൂടിയാണെന്ന് ലിൻ പറയുമ്പോൾ അപ്പോൾ ഷെൻ പറയും ഇതിനായിരുന്നോ നീ ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കണത്, അങ്ങനെ നടന്നിട്ട് ഓരോ പ്രൊജക്റ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന്. അപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും മുഖം മാറിയിട്ടുണ്ടാവും. നീയുടെ അടുത്തും അയാൾ ഇതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ടാവും. ഇതാണോ നിൻ്റെ ഗേൾ ഫ്രണ്ട്, നീ നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ശ്രദ്ധിക്കാൻ നോക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ലിന്നും ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ശ്രദ്ധിച്ചോണ്ടെന്ന് പറയും. നീയും റങ്ങും ഒരുമിച്ച് പഠിച്ചതാണെന്ന് അറിയുമ്പോൾ അയാൾ നീയുടെ അടുത്ത് പറയും ഇതേപോലെ ഏതെങ്കിലും കമ്പനിയിൽ കയറി സിഇഒനെ വളച്ച് കമ്പനി സ്വന്തമാക്കിയിട്ട് ഇപ്പോൾ വലിയ ആളായിട്ട് നടക്കാനുള്ളതെന്ന്. അപ്പോൾ നീ അയാളുടെ അടുത്ത് നല്ല മറുപടി പറയും എനിക്ക് അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ സ്വന്തം കഴിവിൽ വളർന്നു വരാനാണ് ഇഷ്ടം, അല്ലാതെ മറ്റുള്ളവരെ കമ്പനി സ്വന്തമാക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറയും. ലിന്നാണെങ്കിൽ അപ്പോൾ അയാളെ കളിയാക്കണ പോലെ പറയും എൻ്റെ ഗേൾ ഫ്രണ്ടിനെ നീ പുകഴ്ത്തി പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല തോന്നണമെന്ന്. അപ്പോൾ അവൻ്റെ മുഖം മാറിയിട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് നീയും ലിന്നും പരസ്പരം സംസാരിച്ചിട്ട് വരും. നീ നന്നായി പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ പറയുണ്ടാവും നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഷെന്നാണെങ്കിൽ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ റങ്ങിൻ്റെ അടുത്ത് പറയും അവൾ നിൻ്റെ കൂടെ പഠിച്ചതല്ലേ, അവരെന്തിനാ ഇവിടെ വന്നിരിക്കണമെന്ന് അവൾ വഴി എങ്ങനെയെങ്കിലും അറിയാൻ നോക്കുകയെന്ന്. പിന്നീട് കാണിക്കുന്നത് ഷങ്സുവിൻ്റെ ഓഫീസാണ്. ഷങ്സു ഓഫീസിൽ വരുമ്പോൾ അവൻ്റെ അടുത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് പറയും നിനക്ക് ഇപ്പോൾ സുഖമാണോ എന്നൊക്കെ. അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് അവൻ ചോദിക്കുമ്പോൾ ആണ് ആ സ്റ്റാഫ് അവൻ്റെ അടുത്ത് പറയാം നിനക്ക് പ്രൊമോഷൻ കിട്ടിയതിനെ കുറിച്ച് കുറച്ച് റൂമറൊക്കെ ഇവിടെ പറഞ്ഞ് നടക്കുന്നുണ്ട്. നീയും കെവിനും കൂടിയിട്ട് സ്കേറ്റിങ്ങിന് പോയപ്പോൾ മിയയ്ക്ക് വേണ്ടി തല്ലുകൂടി. അങ്ങനെ രണ്ടുപേരും കൂടി തല്ലുകൂടിയ സമയത്ത് കെവിൻ്റെ തല പൊട്ടി. അപ്പോൾ നീ അവൻ്റെ കൂടെ നിന്ന് അവനെ ശുശ്രൂഷിച്ചപ്പോൾ അവൻ്റെ അങ്കിള് ഒരു ഷെയർ ഹോൾഡറാണ് നമ്മുടെ കമ്പനിയിൽ. ആ അങ്കിളാണ് നിനക്ക് പ്രൊമോഷൻ തന്നതെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണതെന്ന് എന്ന് അയാൾ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവും. ഷങ്സു വന്നിട്ട് നേരെ അവൻ്റെ ഓഫീസിലേക്ക് ചെല്ലും. അപ്പോൾ അവൻ്റെ ഹെഡിനെ കാണുമ്പോൾ ഹെഡ് അവൻ്റെ അടുത്ത് പറയും നിൻ്റെ കഴിവ് കണ്ടിട്ടാണ് ഞാൻ നിനക്ക് പ്രൊമോഷൻ തന്നത്, ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു റൂമർ വരക്കണമെന്നൊക്കെ ഷങ്സുവിൻ്റെ അടുത്ത് ചോദിക്കും. പിന്നീട് ഷങ്സുവും കെവിനും കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ കെവിൻ എന്താ ഇപ്പം ഇങ്ങനെ ഒരു റൂമർ വന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഷങ്സു അതൊന്നും കുഴപ്പമില്ല, നീ ഇപ്പോൾ കഴിക്കുമെന്ന് പറയുമ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്യണ്ടോ എന്ന് കെവിൻ ചോദിക്കും. മിയ ആണെങ്കിൽ ഇതിപ്പോൾ എന്നെ വെച്ചിട്ടാണ് ഈ റൂമറൊക്കെ പറഞ്ഞിരിക്കണേ, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന കാലത്തോളം ഈ റൂമർ എൻ്റെ തലേന്ന് പോവില്ലല്ലോ, എന്താ ഞാൻ ചെയ്യാന്നൊക്കെ പറയും. അവളുടെ ഫ്രണ്ട്സൊക്കെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടാവും. ഷങ്സു അതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഷങ്സു പിന്നീട് അവൻ്റെ ഓഫീസിൽ കൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇവനിങ്ങനെ കളിയാക്കി പറഞ്ഞ് നടക്കുന്നുണ്ടാവും, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും. അപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോഴാണ് ഇവന് നീയുടെ കാര്യം ഓർമ്മ വരിക. കാരണം കോളേജിൽ ഒരുപാട് റൂമേഴ്സ് അവളെക്കുറിച്ച് പരന്ന് നടന്നതൊക്കെ അവൻ ഓർമ്മ വരും. ആ സമയത്ത് അവനും അവളുടെ എതിരായിട്ട് നിൽക്കാന്നല്ലാതെ അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ അവൻ ആലോചിക്കും. എന്നിട്ട് അവൾക്കൊരു സോറി അയക്കണമെന്ന് അവൻ സെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ അവന് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ അവന് കരച്ചിൽ വരും. അവൻ അവളെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് പിറ്റേ ദിവസം നേരെ അവൻ ജിയാങ്ങിനെ കാണാൻ വേണ്ടി പോവും. എന്നിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി പുറത്തേക്ക് പോവും. പിന്നീട് കാണിക്കുന്നത് നീയാണ്. അവൾ പുതിയ സൈറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. അവിടുത്തെ എല്ലാ വർക്കും നോക്കി അവൾ ചുറ്റും നടക്കുന്നുണ്ടാവും, എല്ലാം നന്നായി നടക്കണില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് അവൾക്ക് ലിന്നിൻ്റെ മെസ്സേജ് വരിക. അവൾ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടാവും. അവിടെ വെച്ച് ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അവൾ ലിന്നിനെ അയച്ചു കൊടുക്കും. ലിന്നപ്പോൾ അവൾക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇത്ര നേരത്തെ സൈറ്റിലെത്തിയോ എന്ന് ചോദിക്കും. അവളും എത്തി, എന്താ ചെയ്യണമെന്ന് ലിന്നിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ ഓഫീസിലാണ്, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയല്ലോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവളും ഓക്കെ പറയും. അങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്താണ് നീയുടെ ഫോണിലേക്ക് ജിയാങ് വിളിക്കുക. അപ്പോൾ ജിയാങ്ങിൻ്റെ അടുത്ത് നീ എന്താണെന്ന് ചോദിക്കുമ്പോൾ ജിയാങ് പറയും ഇന്നലെ എന്നെ കാണാൻ ഷങ്സ് വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഫുഡ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ പോയിട്ട് അവൻ മൊത്തം ഡ്രിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ട്രിപ്പിന് പോയപ്പോൾ അവൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ മെയ്ഡ് തെറ്റി പറഞ്ഞ കാരണം കൊണ്ടാണ് അവൻ പിന്നെ നിന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത്.
ഷങ്സ് ഭയങ്കര വിഷമത്തില. ഞാൻ കാരണം കൊണ്ടാണോ ചിലപ്പോൾ അവനെ നിനക്ക് മിസ്സായിട്ടുണ്ടാവുക എന്നൊക്കെ. ജിയാങ് നീയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നല്ല, നിനക്ക് തെറ്റിപ്പോയി. എനിക്കിപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ. അവനെ ലവ് ചെയ്യുമ്പോൾ എനിക്ക് ഇരുട്ടുള്ള ഒരു റൂമിലിരിക്കണ പോലെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ലൈഫിലേക്ക് ഒരു സൺഷൈൻ മൊത്തം വന്ന പോലെ ഉണ്ടെന്ന് അവൾ പറയും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ കാറിൽ നിന്ന് ചിരിച്ചിട്ട് ഇറങ്ങി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. എൻ്റെ ലൈഫ് മൊത്തം ആ ഹാപ്പിനെസ് വേണമെന്ന എൻ്റെ ആഗ്രഹമെന്നും നീ ജിയാങ്ങിൻ്റെ അടുത്ത് പറയും. എന്നിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യും. അവളും നേരെ ചിരിച്ചിട്ട് എന്നിട്ട് ലിന്നിൻ്റെ അടുത്തേക്ക് പോവും. എന്നിട്ട് രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. നീ എന്ത് സാധനം പറഞ്ഞാലും അപ്പോൾ ലിൻ അത് ഏറ്റവും കൂടുതലുള്ളത് തന്നെ നോക്കിയെടുക്കും. അപ്പോൾ നീ ആണെങ്കിൽ അതൊന്നും എടുക്കണ്ട, അതൊക്കെ അവിടെ വയ്ക്ക്, നമുക്ക് വേറെ സാധനങ്ങളൊക്കെ നോക്കാൻ പോകാമെന്ന് പറയാം. അങ്ങനെ അവർ കുറേ ഫിഷൊക്കെ മേടിച്ചിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്താണ് അവിടെ കുറേ ബീൻസൊക്കെ ഇരിക്കണത് നീ കാണുക. നീ അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിപ്പോവും ലിൻ കാണാതെ. അപ്പോൾ ലിന്നാണെങ്കിൽ ഇവൾ എവിടേക്കാണ് പോകണമെന്ന് വിചാരിക്കും. പിന്നീട് വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നിട്ട് എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യാൻ അതിലൊരു ലോബ്സ്റ്റർ ഉണ്ടാവും. ഇതെങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നമുക്കറിയില്ലല്ലോ, ഇനി എന്താ ചെയ്യാമെന്ന് ലിൻ നീയുടെ അടുത്ത് പറയാം. അപ്പം നീ ആണെങ്കിൽ എന്നാൽ നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് കുക്ക് ചെയ്യാമെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി യൂട്യൂബ് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും ആ ഫുഡ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ നീ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. അവൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പുറത്ത് പോയിട്ടാണ് അവൾ ഞാൻ ഉള്ളിലൊരു സാധനം മറന്നു വെച്ചു, ഒന്ന് എടുത്തിട്ട് വരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ലിൻ അകത്തേക്ക് വരുമ്പോൾ ഒരു കപ്പ് നിറയെ സോയാബീന് പകരം അവിടെ റെഡ് ബീൻസ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അവനത് കാണുമ്പോൾ നല്ല ഹാപ്പി ആവും. അവൻ്റെ കൈ ശരിയാവാൻ വേണ്ടി അവൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ലൈഫിൽ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അവൻ പ്രതീക്ഷിക്കും. എന്നിട്ട് നേരെ നീയെ കാണാൻ വേണ്ടി പോവും. അവൻ നീയുടെ അടുത്ത് എന്നിട്ട് എന്താ റെഡ് ബീൻസ് ഒക്കെയാന്ന് ചോദിക്കുമ്പോൾ അവൾ കുറേ നാളായില്ലേ സോയാബീൻ എടുക്കണു, ഇനി റെഡ് ബീൻസ് എടുക്കുക, ഇത്ര നാൾ അങ്ങനെ ചെയ്ത് ബോറടിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്ത് കൈ നീട്ടാൻ പറയും. അപ്പോൾ ലിൻ കൈ നീട്ടുമ്പോൾ അവൾ കയ്യിലൊരു റെഡ് ബീൻ വെച്ച് കൊടുക്കും. ഇതാണ് അവസാനത്തെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ അത് കയ്യിൽ മുറുക്കെ പിടിക്കും. അവൾ ലൈഫിൽ വന്നതിന് ശേഷം ഷോക്കായിട്ടുള്ള ലിന്നിൻ്റെ ലൈഫും കളറാവാൻ തുടങ്ങിയത്. അതങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് ലിൻ നേരെ പോയിട്ട് നീയെ ഹഗ് ചെയ്യും. എന്നിട്ട് അവളെ കിസ് ചെയ്യും. രണ്ടുപേരും ഇപ്പോൾ അത്രയ്ക്ക് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. കിസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിൻ നീയുടെ അടുത്ത് ചോദിക്കും, നിനക്കിപ്പോൾ പോയിട്ട് വല്ല അത്യാവശ്യം ഉണ്ടോ എന്ന്. അപ്പോൾ നീ അത്യാവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവളെയും കൂട്ടി ലിൻ നേരെ വീട്ടിലേക്ക് കയറിപ്പോവും. അതോടെ സീൻ കട്ടാവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.